ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ടെയിൽ. ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ അവരുടെ ബോധം പോകുമോ എന്നൊക്കെയാണ് അടുത്ത ക്വസ്റ്റ്യൻ അവരോട് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല. ഞങ്ങൾ കുറച്ച് ഡ്രിങ്ക്സ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിർത്തും. ആളുകളെ ഒന്നും ബുദ്ധിമുട്ടിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നൊക്കെയാണ് ക്യുജിനും റിനിയും കാങ്കുനും പറയുന്നത്. ഒസയും പറയും, ഞാൻ ഡ്രിങ്ക്സ് അടിച്ചാൽ പിന്നെ അവിടെ ഒരു ഭൂകമ്പമാണ്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകും, സ്ട്രീറ്റിലിരുന്ന് കരയും, എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. കാങ്കുനും റിനിയും ക്യുജിനും ഒക്കെ പറഞ്ഞത് കള്ളമാണ്. അവര് ഡ്രിങ്ക്സ് അടിച്ചാൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ കാങ്കുൻ പറഞ്ഞ് എനിക്കറിയാം. റിനി ഡ്രിങ്ക്സ് അടിച്ച് ബോധം പോയി കഴിഞ്ഞാൽ അവള് ഡോഗിന്റെ കൂട്ടിലൊക്കെ പോയി ഉറങ്ങും. ക്യുജിൻ ഡ്രിങ്ക്സ് അടിച്ച് ബോധം പോയാൽ അവൻ ലിഫ്റ്റിലാണ് കിടന്നുറങ്ങുക. കാങ്കുനാണെങ്കിൽ ഡ്രിങ്ക്സ് അടിച്ചാൽ പിന്നെ നടന്ന കാര്യമൊന്നും ഓർമ്മയുണ്ടാവില്ല. ലീനോടെ കാര്യം നമുക്കറിയാമല്ലോ. അവൾ ഏതെങ്കിലും ഒരു ബസ് കയറി അതിന്റെ ലാസ്റ്റ് സ്റ്റേഷനിൽ പോയി ഇറങ്ങും. കാങ്കുനും ഒസയോങ്ങും കണ്ടുമുട്ടിയത് ഒരു കരോക്കെ സ്റ്റേഷൻ വെച്ചാണ്. അവൻ പാടുന്നതൊക്കെ പുറത്തു നിന്ന് നോക്കിക്കൊണ്ട് എന്ത് രസമായിട്ടല്ലേ അവൻ പാടുന്നത് എന്ന് റിനിയൊക്കെ പറയുന്നുണ്ട്. അവൻ പാടുന്നത് എവിടുന്നാന്ന് വെച്ചാൽ ഒസയോങ്ങും അവളുടെ സ്കൂളിലെ ബാക്കി ടീച്ചേഴ്സും കൂടി കരോക്കെ പാട്ട് നടക്കുന്ന സ്ഥലത്ത് വന്നാണ് ഇവൻ ഈ പാട്ടൊക്കെ പാടുന്നത്. ലീനോ ബസ്സിൽ കിടന്ന് ഉറങ്ങുമ്പോഴാണ് കാങ്കുൻ അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. അവൾ ആ കോളൊക്കെ കട്ടാക്കി വിടും. ഡ്രിങ്ക്സ് അടിച്ച സമയത്ത് അവളെ ആരെങ്കിലും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചാൽ പിന്നെ എന്താ അവള് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അവൾ അങ്ങനെ അവളുടെ ഫോണിൽ എന്തോ ടൈപ്പ് ചെയ്യും. ജവോന്റെ ഫോണിലേക്കായിരിക്കും അവൾ മെസ്സേജ് അയച്ചത്. സ്വബോധത്തിലല്ലാത്തതിനാൽ സ്പെല്ലിംഗ് ഒക്കെ തെറ്റിയിട്ടായിരിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടാവുക. ജവോൻ തന്റെ ഫോണിലേക്ക് കുറെ മെസ്സേജ് വന്നത് കണ്ട് എന്താ ആരാ എന്ന് മനസ്സിലാവാതെ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. അവള് പോയ ബസ്സിലെ ഡ്രൈവർ ആയിരിക്കും കോൾ എടുക്കുക. അവളോട് പേര് ചോദിക്കുമ്പം ലീനോ എന്ന് പറഞ്ഞത് കേട്ട് ജവോൻ അവളുടെ ബിസിനസ് കാർഡ് എടുത്ത് അവളുടെ നമ്പർ നോക്കും. അത് ലീനോ ആണെന്ന് മനസ്സിലാക്കി അവൻ അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകും. രാവിലെയായി കാങ്കുൻ അവളെ വിളിക്കാണ്ട് റൂമിലേക്ക് പോകുമ്പോൾ അവൾ അവിടെ ഉണ്ടാകില്ല. ഉറക്കം എഴുന്നേറ്റ് ലീനോ ജവോനെ കാണുമ്പോഴാണ് കഴിഞ്ഞ ദിവസം അവൻ കൂട്ടാൻ വന്നതൊക്കെ അവൾക്ക് ഓർമ്മ വരുന്നത്. അവൻ അറിയാതെ അവിടെ നിന്ന് അവളുടെ ജാക്കറ്റ് ഒക്കെ എടുത്ത് പോകാൻ നോക്കുമ്പോഴാണ് കറക്റ്റ് സമയത്ത് അവന്റെ വീട്ടിലേക്ക് ആരോ കോളിംഗ് ബെൽ അടിക്കുന്നത്. അവൾ അവിടെ ടേബിളിന്റെ അടിയിൽ ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിലും ജവോൻ അവളെ കാണും. അവളുടെ ഫോണിലേക്ക് കാങ്കുന്റെ കോൾ വരുമ്പോൾ ജവോൻ ആ കോൾ അറ്റൻഡ് ചെയ്ത് ലീനോ മീറ്റിംഗിലാണെന്ന് പറഞ്ഞ് കട്ട് ചെയ്യും. അവൻ ഉറങ്ങിയതിനു ശേഷം അവൾ വീട്ടിൽ വന്നു. അവൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അവൾ ജോബിന് പോയി എന്നാണ് ഇപ്പൊ കാങ്കുൻ വിചാരിക്കുന്നത്. അവൾക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അവരിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുകയാണ്. അവൾ എങ്ങനെയാ അവിടെ എത്തിയത് എന്ന് ചോദിക്കുമ്പോൾ നിന്നെ അവിടെ ഉപേക്ഷിച്ച് പോരാനായിരുന്നു എനിക്ക് തോന്നിയിരുന്നത്. പക്ഷെ നല്ല തണുപ്പായതുകൊണ്ടാണ് ഞാൻ നിന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ ജവാൻ പറഞ്ഞ് അവൾ അയച്ച ടെക്സ്റ്റ് ഒക്കെ കാണിച്ചു കൊടുത്ത് ഇതെന്താ നീ അയച്ചത് എന്ന് ചോദിക്കും. ആ മെസ്സേജ് കണ്ട് അവളൊന്ന് ഷോക്കാകും. ജവോന്റെ നമ്പർ 3 ഹാർട്ടായിട്ടായിരിക്കും അവൾ സേവ് ചെയ്തിട്ടുണ്ടാവുക. നീ എന്തിനാ എന്റെ അടുത്ത് ദേഷ്യം പിടിച്ചത്? നിന്റെ നമ്പർ ഞാൻ മാറ്റി സേവ് ചെയ്യാൻ പോവുകയാണ്. നിന്റെ നമ്പർ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഐ ലവ് യു, ഐ മിസ് യു എന്നൊക്കെ ആയിരിക്കും അവൾ മെസ്സേജ് അയച്ചിട്ടുണ്ടാവുക. പക്ഷെ അവൾ അയച്ചു വന്നപ്പോൾ സ്പെല്ലിംഗ് ഒക്കെ മാറി വേറെ എന്തൊക്കെയാണ് ജവോന്റെ ഫോണിലേക്ക് വന്നത്. നിന്റെ അടുത്ത് എന്റെ നമ്പർ ഇപ്പോഴും ഉണ്ടോ? ഞാനായിരുന്നെങ്കിൽ ക്യാമറ തീഫ് എന്നായിരിക്കും സേവ് ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ ജവോൻ പറയുമ്പം ആ ക്യാമറ ഞാൻ തിരിച്ചു തരാം എന്ന് ലീന പറയും. ആ ക്യാമറയിലെ ഫോട്ടോസ് ഒക്കെ നീ എന്താ പ്രിന്റ് എടുത്തത്? നീ എന്നെ മിസ് ചെയ്തില്ലേ എന്ന് ജവോൻ ചോദിക്കുമ്പോൾ അവൾ അത് സമ്മതിക്കും. ക്യുജിന്റെ കസിനാണ് ജവോൻ എന്നറിഞ്ഞിട്ടും അവനെ കോണ്ടാക്ട് ചെയ്യാത്തതിനെ കുറിച്ചൊക്കെ അവനിപ്പോ ചോദിക്കും. അവൾക്ക് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടാകുമോ, അതുകൊണ്ടായിരിക്കും അവൾ ഫോൺ ചെയ്യാത്തത് എന്നൊക്കെ ആയിരുന്നു ജവോൻ വിചാരിച്ചിരുന്നത്. അവൻ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോ എല്ലാവരും ട്രിപ്പ് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മറക്കും. നീ എന്താ ചെയ്യാത്തത് എന്ന് ചോദിക്കുമ്പോൾ നീ പിന്നെ എന്തിനാണ് മാരേജ് ചെയ്തത്? നീയും ഞാനും ആ മാരേജ് സീരിയസ് ആയിട്ടല്ല എടുത്തത് എന്നൊക്കെ ജവൻ പറയുമ്പോൾ നമ്മൾ മാരേജ് രജിസ്റ്റർ ചെയ്തിട്ടൊന്നുമില്ലല്ലോ. നീ പരിചയപ്പെട്ട യൂസുനെയല്ല ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു ഫേക്ക് വേർഷൻ ആയിരുന്നു അത്. നീ സ്നേഹിച്ചതും നീ അറിഞ്ഞതുമൊക്കെ അവളെ ആയിരുന്നു. ഇപ്പൊ കാണുന്ന ലീനോ ആണ് യഥാർത്ഥ ഞാൻ. എന്നെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല. എന്റെ ഇഷ്ടങ്ങളോ എന്റെ സ്വഭാവമോ ഒന്നും നിനക്കറിയില്ല എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അവൾ പുറത്തു നിൽക്കുമ്പോഴാണ് അവിടെ മഴ പെയ്യുന്നത്. മഴയത്ത് അവൾ നനയുമല്ലോ എന്നോർത്ത് ജവോൻ കൊടയും എടുത്ത് അവളെ കൂട്ടാൻ വേണ്ടി പോകും. നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്തു തരാം എന്നവൻ പറയുമ്പം എനിക്ക് നിന്റെ കുട തന്നാ മതി എന്ന് അവൾ പറയും. എനിക്ക് ഇഷ്ടമില്ലാത്തവർക്കൊന്നും ഞാൻ എന്റെ കുട കൊടുക്കാറില്ല. ഏതെങ്കിലും ബസ് സ്റ്റോപ്പിൽ നിന്നെ ആക്കാമെന്നും പറഞ്ഞ് അവളെ അവൻ കാറിൽ കയറ്റും. കാറിൽ കയറിയതിനു ശേഷം മഴയത്ത് ഞാൻ വണ്ടി ഓടിക്കില്ല എന്നും പറഞ്ഞ് അവൻ അവിടെ കിടക്കും. നിനക്ക് പാട്ട് കേൾക്കണോ എന്നും പറഞ്ഞ് പാട്ടൊക്കെ ഓൺ ചെയ്ത് അവളെ തന്നെ നോക്കിക്കൊണ്ട് അവനിരിക്കും. ആ സോങ് ഓഫ് ചെയ്യാൻ വേണ്ടി അവൾ പോകുമ്പോൾ ഇതെന്റെ കാറാണെന്ന് പറഞ്ഞ് അവളുടെ കൈക്കടിക്കും. ഇപ്പോഴും നിനക്ക് വിശക്കുന്നുണ്ടോ എന്നാണ് ജവോൻ അവളോട് ചോദിക്കുന്നത്. അവൻ അവളോട് ദേഷ്യപ്പെടാൻ പറ്റുന്നില്ല. അവന്റെ ഈ സ്വഭാവം കൊണ്ടാണ് അവൾ അവനെ ഇഷ്ടപ്പെട്ടതും. മഴയൊക്കെ കഴിഞ്ഞ് ജവോൻ അവൾ അവിടെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ആ വഴി വന്ന കാങ്കുൻ അവരെ കണ്ട് നിങ്ങൾ എന്താ ഇവിടെ ഒരുമിച്ച് എന്ന് ചോദിക്കും. അവനോട് എന്ത് പറയും എന്നാലോചിച്ച് നിൽക്കുമ്പോഴാണ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് റിനിയും വരുന്നത്. ഇവരെ ഒരുമിച്ച് കണ്ട് റിനിയും സെയിം ക്വസ്റ്റ്യൻ ചോദിക്കും. രണ്ടുപേരോടും എന്ത് പറയും എന്നറിയാതെ പെട്ടെന്ന് നിൽക്കുകയാണ് ജവോനോ ലീനോയോ.
നിനക്ക് ജയോന്റെ കൂടെയാണോ മീറ്റിംഗ് എന്ന് റിനി ചോദിക്കുമ്പോൾ അതെ, ഞങ്ങളൊരു മീറ്റിംഗിന് പോയതായിരുന്നു എന്നൊക്കെ അവർ കള്ളം പറയും. അവനോട് ബായി ഒക്കെ പറഞ്ഞ് ലീന അകത്ത് കയറുമ്പോൾ റിനി ജയോനെ അവരുടെ കൂടെ നൂഡിൽസ് കഴിക്കാൻ വിളിക്കും. അവൻ ബിസി ആയിരിക്കും, അവനെ വിളിക്കണ്ട എന്നൊക്കെ ലീന പറയുന്നുണ്ടെങ്കിലും എനിക്ക് നൂഡിൽസ് ഇഷ്ടമാണ്, ഞാൻ കാറ് പാർക്ക് ചെയ്ത് വരാം എന്നൊക്കെ ജവൻ പറയും. ലീനോ ആയിരിക്കും നൂഡിൽസ് ഉണ്ടാക്കിയത്. അവളെ എല്ലാവർക്കും കക്കയിറച്ചി ഇട്ടിട്ടുണ്ടാകും. പക്ഷെ ജവോന്റെ ബൗളിൽ മാത്രം ഒരെണ്ണം പോലും ഉണ്ടാവില്ല. അവരുടെ മീറ്റിങ്ങിനെ കുറിച്ചൊക്കെ കാങ്കുൻ ചോദിക്കുമ്പം എനിക്ക് അവരുടെ കമ്പനിയിലെ കണ്ടീഷൻസ് ഒന്നും ഇഷ്ടമായില്ല എന്ന് ലീന പറയുന്നത് കേട്ട് നിങ്ങളത് ഒരു ചെറിയ കമ്പനിയല്ലേ, ഞങ്ങൾക്ക് ഇന്നെ വേണമെന്നൊന്നുമില്ല എന്നൊക്കെ ജവാൻ പറയും. അപ്പോഴാണ് കാങ്കുൻ അവളോട് പറയുന്നത് അവിടുത്തെ ഓണർ അവളുടെ റെന്റ് കൂട്ടിയെന്ന്. അത് കേട്ട ലീനോ റെന്റ് കൂട്ടിയതിന് ഒരുപാട് ദേഷ്യപ്പെടും. ക്യുജിൻ പറഞ്ഞത് അവളൊരു പാവം കുട്ടിയായിരുന്നു എന്നല്ലേ, പക്ഷെ ഇപ്പോ അവൾ ദേഷ്യപ്പെടുന്നത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ജവോൻ. അവൾക്ക് വേറെ വഴിയില്ല എന്ന് മനസ്സിലാക്കിയ ജവോൻ ഞങ്ങളുടെ കമ്പനിയുടെ റിക്വസ്റ്റ് അവിടെ ഇപ്പോഴും ഉണ്ട്, വേണമെങ്കിൽ നിനക്ക് ഞാൻ ജോലി തരാമെന്നൊക്കെ പറയും. ലീനോ അവളുടെ സ്യൂട്ട് കേസ് ജവോന്റെ വീട്ടിൽ വെച്ചായിരിക്കും പോയത്. അതവൻ തുറന്നു നോക്കുമ്പോൾ അതിലൊന്നും ഉണ്ടാകില്ല. ഡ്രസ്സൊന്നുമില്ലാതെ ഈ സ്യൂട്ട് കേസും എടുത്താണ് അവൾ ബസ് കയറി പോയത്. അവൻ അവൾക്ക് വേണ്ടി ഒരു നെക്ലേസ് വാങ്ങിയിരുന്നു. കാങ്കുനും കിച്ചനും ഒക്കെ അവളുടെ കഴുത്തിലെ റിംഗ് ഉള്ള ചെയിന് കണ്ട് നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു തോർത്ത് അവൻ ആ നെക്ലേസ് അവൾ തന്നെ വെക്കും. റിനിയെ കാണാൻ വേണ്ടി ക്യൂജിൻ അവൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോകുമ്പോഴാണ് അറിയുന്നത് അവളുടെ ജോബ് അവിടുത്തെ മാനേജറിന്റെ സിസ്റ്ററിലോ എടുത്തു, അതുകൊണ്ട് അവളെ ഫയർ ചെയ്തു എന്ന്. അവൾ എവിടെയാണെന്ന് അറിയാതെ അവൻ കാങ്കുവിന്റെ അടുത്ത് പോകും. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത് അവൻ റിനിക്ക് വേണ്ടി 1.2 മില്യൺ കൊടുത്ത് വാങ്ങിയ സ്റ്റാൻഡ് കാങ്കുൻ വെറും 3.5 ലക്ഷത്തിന് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്. അവൾ എവിടെയായിരിക്കും, അവളിപ്പോ കരയുന്നുണ്ടാകും എന്നൊക്കെ ക്യൂജിൻ പറയുമ്പോൾ നിനക്ക് ഇതുവരെ അവളെ മനസ്സിലായില്ലല്ലേ, അവളിപ്പോ ഹാപ്പി ആയിട്ട് എവിടെയെങ്കിലും ഉണ്ടാകും എന്ന് കാങ്കുൻ പറയും. കാങ്കുൻ പറഞ്ഞതുപോലെ തന്നെ റിനി ഇപ്പോ അവളുടെ ന്യൂ ജോബ് എൻജോയ് ചെയ്യാണ്. ഡോഗ് വാക്കിംഗ് ആണ് അവളുടെ ന്യൂ ജോബ്. ആ ഡോഗിനെ 2 മണിക്കൂർ നടത്തിച്ചാൽ മതി, അവൾക്കതിന് നല്ല ക്യാഷും കിട്ടും. അവളുടെ ജോബൊക്കെ കഴിഞ്ഞ് അവൾ വീട്ടിൽ വരുമ്പോൾ ക്യൂജൻ അവൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നുണ്ടാകും. ആ ഫുഡൊക്കെ അവൻ അവളുടെ വായിൽ വെച്ച് കൊടുക്കുമ്പോൾ ആ സ്പൂണ് പൊട്ടിപ്പോരും. പക്ഷെ അത് കളയാതെ ഞാൻ അത് ഒട്ടിച്ചോളാം എന്ന് റിനി പറയും. സ്പൂൺ മാത്രമല്ല അവൾക്ക് വേണ്ടി ഒരു സാധനവും അവൾ എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങില്ല. ക്യൂജിന് അവളെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ ഉണ്ടാകും, പക്ഷെ അതൊന്നും റിനി സ്വീകരിക്കില്ല. നിനക്ക് എന്തെങ്കിലും പഠിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ, അതിന്റെ ഫീസൊക്കെ ഞാൻ കൊടുത്തോളാം എന്നൊക്കെ ക്യൂജിൻ പറയും. ജവോൻ അവളുടെ ഇൻസ്റ്റാ അക്കൗണ്ട് ഒക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും. ഇതിനു മുമ്പ് യൂസർ എന്ന പേരിൽ അവൻ സെർച്ച് ചെയ്തിരുന്നെങ്കിലും അവളുടെ പേര് അതല്ലാത്തതിനാൽ അവൻ അവളുടെ അക്കൗണ്ട് കിട്ടിയിരുന്നില്ല. അതിൽ ഓരോ പോസ്റ്റിലും അവൾ എഴുതിയ ക്യാപ്ഷൻ വായിക്കുമ്പോൾ അവന് മനസ്സിലാകും ഇപ്പോഴും അവരുടെ പഴയ മെമ്മറീസ് ഒക്കെ അവൾ ഓർക്കാറുണ്ടെന്ന്. അത് മനസ്സിലാക്കിയ ജവോൻ ഉടനെ തന്നെ അവളെ കാണാൻ വേണ്ടി പോകും. ലീനോ ആണെങ്കിൽ അവനെ ഓർക്കാതിരിക്കാൻ അവളുടെ മൈൻഡ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കാങ്കുൻ അവിടേക്ക് വന്ന് നിനക്കൊരു കൊറിയർ താഴെ ഉണ്ടെന്ന് പറയുന്നത്. അവൾ അത് എടുക്കാൻ വേണ്ടി താഴെ പോകുമ്പോഴാണ് ജവോൻ അവിടെ എത്തിയത്. എന്തോ സൗണ്ട് കേട്ട് അവൾ നോക്കുമ്പോൾ ജവോന്റെ കാറ് അവളുടെ കാറിൽ ചെന്നിടിച്ചിട്ടുണ്ടാകും. അതിന്റെ പേരിൽ 1ഉം 2ഉം പറഞ്ഞ് അവർ വഴക്കാകും. അവസാനം ഇത് റെഡിയാക്കാനുള്ള ക്യാഷ് ഞാൻ തരാമെന്ന് പറഞ്ഞ് ജവോൻ അവന്റെ വണ്ടി മാറ്റാൻ പോകുമ്പോൾ ലീനോ അവന്റെ കാറിൽ ഒരു ചവിട്ട് കൊടുക്കും. ആ സമയത്ത് അവളുടെ നെക്ലേസിലെ ഒരു റിങ് അവിടേക്ക് വീഴും. ജവോൻ അന്ന് റിവറിലേക്ക് എറിഞ്ഞ അവന്റെ റിങ് ആണതെന്ന് അവന് മനസ്സിലാകും. മാല പൊട്ടിപ്പോയതറിഞ്ഞ് അവൾ ഡ്രസ്സ് കൊടയുമ്പോൾ അവളുടെ നെക്ലേസും അവളുടെ റിങ്ങും കൂടി നിലത്ത് വീഴും. അത് അവൻ എടുക്കുന്നതിന് മുമ്പേ ആ റിങ്ങിന്റെ മുകളിൽ അവൾ ചവിട്ടും. അവൾ അവിടുന്ന് മാറാത്തത് കൊണ്ട് അവളെ എടുത്തു മാറ്റി ജവോൻ ആ റിങ് എടുത്തു നോക്കും. ഇത് നമ്മളുടെ വെഡിങ് റിംഗ് അല്ലേ, ഇത്രയും കാലം നിന്റെ കയ്യിൽ അതുണ്ടായിരുന്നോ, നീ എന്തിനാ ഇത് ചെയ്തത് എന്നൊക്കെ അവൻ ചോദിക്കും. എനിക്കിപ്പോ എല്ലാ കാര്യവും മനസ്സിലായി, നീ നമ്മുടെ ഫോട്ടോസ് ഒക്കെ പ്രിന്റ് എടുത്തു, ഈ റിങ് എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരുന്നു, നീ മൂവ് ഓൺ ആയിട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ജവോൻ ചോദിക്കും. എന്റെ ഫ്രണ്ട്സ് ഇതൊന്നും അറിയുന്നത് എനിക്ക് ഇഷ്ടമില്ല, ക്യൂജിൻ നിന്റെ കസിനുമാണ് എന്ന് അവൾ പറയുന്നത് കേട്ട് അവരൊക്കെ ഇത് അറിഞ്ഞത് കൊണ്ട് എന്താ എന്ന് ജവോൻ ചോദിക്കുന്നത് കേട്ട് നിനക്കെന്നെ ബ്രേക്കപ്പ് ചെയ്തൂടെ എന്ന് അവൾ ചോദിക്കും. നീ ഇത് ജെന്യൂൻ ആയിട്ട് പറയുന്നതല്ലോ എന്ന് ജവോൻ അവളുടെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ അവൾ അവനെ കിസ് ചെയ്യും. അവൾ എന്താ ചെയ്തതെന്നോർത്ത് അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ ജവോൻ അവളെ പിടിച്ചു നിർത്തി അവൻ അവളെ കിസ് ചെയ്യും. ഇപ്പൊ ഇന്റർവ്യൂ എടുക്കുന്നവര് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് അവരെ ഒരു റൂമിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. കുറച്ചു മുന്നേ എന്താ നടന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ നാണിക്കും. പക്ഷെ ലീനോ അതിനൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അവൾ എന്താ അങ്ങനെ പറയുന്നതെന്ന് ക്രേസി ആയിട്ട് ജവോൻ ചോദിക്കും. നീയല്ലേ എന്നെ ആദ്യം കിസ് ചെയ്തത്, ഞാൻ നിന്നെ തിരിച്ച് കിസ് ചെയ്തത് എനിക്ക് നിന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് എന്നൊക്കെ ജവോൻ പറയുമ്പോൾ എനിക്കും നിന്നെ ഇഷ്ടമാണ്, പക്ഷെ കിസ് ചെയ്തതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് ലീനോ പറഞ്ഞുകൊണ്ടേ നിൽക്കുന്നത്. അവളുടെ ഫിയാൻസിയെ കുറിച്ച് ആരും അറിയാതിരിക്കാനാണ് അവൾ നോക്കിയിരുന്നത്. പക്ഷെ ഇപ്പോൾ ജവോൻ സ്വയം അത് കണ്ടുപിടിച്ചതുകൊണ്ട് അവനെ ഫേസ് ചെയ്യാൻ അവൾക്ക് വയ്യ. അവരുടെ കിസ്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവളെ റിഗ്രറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞത് കേട്ട് ജവോൻ ആകെ പ്രാന്ത് പിടിക്കും. അവളോടുള്ള ദേഷ്യം മുഴുവൻ അവൻ അവന്റെ പില്ലോയിൽ തീർക്കും. അവളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ആ രാത്രി അവൻ അവളെ വിളിക്കും. ലീന ഉറങ്ങുകയായിരിക്കും. ഈ സമയം നീ ഉറങ്ങുകയാണോ എന്ന് ജവോൻ ചോദിക്കുമ്പോൾ അതെ എന്ന് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്യും. ജവോൻ വീണ്ടും വിളിക്കുമ്പോഴും അവളെ വീണ്ടും കോൾ കട്ടാക്കും. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം കട്ടാക്കരുതെന്നും ഉറങ്ങരുതെന്നും ജവോൻ അവളോട് പറയും.
അങ്ങനെ അവൾ ഉറങ്ങാതെ ബെഡിൽ എഴുന്നേറ്റിരിക്കും. നീ എന്നെ മീറ്റ് ചെയ്തതിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ജവോൻ ചോദിക്കുമ്പോൾ അവൾ അതിന് റിഗ്രറ്റ് ചെയ്യുന്നൊന്നുമില്ല. അവന്റെ കൂടെ ചെലവഴിച്ച ഓരോ സെക്കൻഡും അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പോ അവൾ ശരിക്കും ആരാണെന്ന് അവൾക്ക് തന്നെ അറിയില്ല. ലീനോ ആണോ യൂസനെയാണോ എന്നൊന്നും അവൾക്കറിയില്ല. ശരിക്കുമുള്ള ലീനോയെ കണ്ടെത്തുകയാണ് ഇപ്പൊ അവളുടെ ആവശ്യം. ജവോൻ ഇടിച്ച് അവളുടെ കാറിന്റെ മിറർ പൊട്ടിയിരുന്നു. അവളിപ്പോ അതൊക്കെ ടാപ്പ് വെച്ച് ഒട്ടിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ജവോൻ വന്ന് അവളുടെ കാറിന്റെ കീ ചോദിച്ച് അത് സർവീസിനൊക്കെ കൊടുക്കും. അവന്റെ ക്യാമറയൊക്കെ ഇപ്പൊ അവൾ തിരിച്ചു കൊടുക്കും. ഇത് നീ വാങ്ങിയാലേ എനിക്ക് സമാധാനമാകൂ എന്ന് അവൾ പറയുമ്പോൾ അവൻ അതൊക്കെ വാങ്ങും. അവളുടെ സ്യൂട്ട് കേസും ജവോൻ അവൾക്ക് തിരിച്ചു കൊടുക്കും. നീ ശരിക്കുമുള്ള നിന്നെ അറിയാനല്ല ശ്രമിക്കുന്നത്. അതിന് ഓൾ ദി ബെസ്റ്റ് ഒക്കെ കൊടുത്തുകൊണ്ട് ജവോൻ അവിടെ നിന്ന് പോകും. ഇപ്പൊ ജവോന് അവളോട് ദേഷ്യമൊന്നുമില്ല. പകരം അവളുടെ സിറ്റുവേഷൻ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ജവോൻ പോകുന്നത്. റിനി ഇപ്പോ അവളുടെ പൊട്ടിപ്പോയ ഫോർക്കൊക്കെ ഗ്ലൂ വെച്ചൊട്ടിക്കും. ക്യുജിൻ അവൾക്ക് മെസ്സേജ് അയച്ച് അവൻ ഇന്ന് അവളുടെ പ്ലേസിൽ നിൽക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാനിന്ന് ബെഡ്ഷീറ്റ് കഴുകിയിട്ടിരിക്കുക, അതുകൊണ്ട് ഞാൻ ഇന്ന് ലീനോയുടെ കൂടെ താമസമെന്ന് റിനി പറയും. ആകെപ്പാടെ ഒരു ബെഡ്ഷീറ്റാണ് റിനിക്കുള്ളത്. കാങ്കോൻ ഡ്രസ്സൊക്കെ മടക്കി വെക്കുമ്പോൾ അവന്റെ ഫോണിലേക്ക് ഒസയോങ്ങനെ മെസ്സേജ് വരും. ഞാൻ നിന്റെ വീട് കണ്ടുപിടിച്ച് പുറത്തേക്ക് വരാനൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ കാങ്കോന് പുറത്തു വന്ന് നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടാകില്ല. അവൾക്ക് വീട് മാറിയിട്ടുണ്ടാകുമെന്ന് വെച്ച് അവൻ അവളെ അന്വേഷിച്ചു പോകും. അവസാനം അവളെ കണ്ടെത്തുമ്പോൾ അവളുടെ കുറച്ച് സ്റ്റുഡൻസിന് സിഗരറ്റ് വലിച്ചതിന്റെ പേരിൽ വഴക്ക് പറയുകയായിരിക്കും. അവൾക്ക് അവന്റെ വീട് കണ്ടുപിടിക്കാൻ പറ്റാത്തതിനാൽ ഞാൻ നിന്റെ വീടിന്റെ പുറത്തെത്തി എന്ന് മെസ്സേജ് അയച്ചാൽ അവൻ വരുമോ എന്ന് നോക്കാനാണ് ഒസയോ അങ്ങനെ മെസ്സേജ് അയച്ചത്. നീ എന്തിനാ എന്നെ ഉപേക്ഷിച്ചത് എന്ന് കാങ്കോൻ ചോദിക്കുമ്പോൾ ഞാൻ നിന്നോട് ബ്രേക്കപ്പ് പറഞ്ഞാലും നീ എന്റെ പുറകെ വരുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ കുറെ കാലം നിന്നെ കാത്തിരുന്നു. നീ എനിക്ക് സ്പെഷ്യൽ ആയിരുന്നു. ഞാൻ എന്റെ അമ്മയെ മിസ് ചെയ്യും എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുക സാരമില്ല എന്നൊക്കെയാണ്. പക്ഷെ കാങ്കോൻ മാത്രമാണ് അവൾക്ക് എപ്പോ അവളുടെ അമ്മയെ മിസ് ചെയ്താലും അവന്റെ അടുത്ത് വരുന്നോളാൻ വേണ്ടി പറഞ്ഞത്. അവള് വീണ്ടും ചോദിക്കും നിനക്ക് ലീനോയെ ഇഷ്ടമല്ലേ എന്ന്. പക്ഷെ ഇത്തവണ കാങ്കോൻ ഇല്ല എന്ന് പറയും. റിനിയെയും ലീനോയും ഞാൻ ഗേൾസ് ആയി കൂട്ടിയിട്ടില്ല. അഥവാ ഞാൻ അവരെ ഗേൾസ് ആയി കാണുകയാണെങ്കിലും എന്റെ മുന്നിൽ നീയാണ് ഏറ്റവും പ്രിറ്റി. ആദ്യമായിട്ടായിരിക്കും ഈ കാര്യം കാങ്കോൻ പറയുന്നത്. ഒസയും ബ്രേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഒരു റീസൺ വേണ്ടിയാണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്നാണ് കാങ്കോൻ വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് അവൻ ഈ കാര്യം ആദ്യമേ പറയാത്തത്. ഇനി മുതൽ എന്റെ അമ്മയെ മിസ് ചെയ്താലും ഞാൻ നിന്നെ കാണാൻ വരില്ല. ഞാൻ ഒഫീഷ്യലി നമ്മൾ തമ്മിലുള്ള റിലേഷനോട് സ്റ്റോപ്പ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് അവൾ അവന് ഷേക്കാൻ കൊടുക്കും. രണ്ടുപേരും സങ്കടത്തിലാണെങ്കിലും അവരതിനെ അഗ്രി ചെയ്യും. അവളുടെ കണ്ണിന്ന് വെള്ളമൊക്കെ വരുമ്പോൾ അത് അവൻ കാണാതിരിക്കാൻ വേണ്ടി അപ്പൊ തന്നെ അവൾ അവിടുന്ന് പോകും. എന്നിട്ട് റോഡിലിരുന്ന് അവൾ കരയും. റിനി വർക്ക് ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റില് കാങ്കോൺ സാധനം വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാനിന്ന് മെഴുകുതിരി കത്തിക്കും എന്ന് അവൻ പറയുമ്പോൾ എന്ത് പറ്റി എന്നൊക്കെ റിനി ചോദിക്കും. അപ്പോഴാണ് അവരുടെ ഫോണിലേക്ക് ലീനോയുടെ മെസ്സേജ് വരുന്നത്. 10 മണിക്ക് രണ്ടാളും ഇവിടെ എത്തണം. ഞാനിന്ന് മെഴുകുതിരി കത്തിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട്. ഇവര് 3 പേർക്കും പരസ്പരം എന്തെങ്കിലും സീക്രട്ട് പറയാനുണ്ടെങ്കിൽ പറയാനുള്ള ആള് ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് ബാക്കി 2 പേരോടും അവരുടെ കാര്യം പറയും. ചെറുപ്പം മുതലേ അവരങ്ങനെയാണ് ചെയ്യാറ്. ലീനോ ഇപ്പൊ കാൻഡിൽ കത്തിച്ചു വെച്ചിരിക്കുകയാണ്. അവള് ഡിസപ്പിയർ ആയതിനു ശേഷമുള്ള കാര്യമാണ് അവൾ പറയുന്നത്. അവള് തിരിച്ചു വന്നപ്പോ സ്നോ ഉള്ള സമയമായിരുന്നു. അതുകൊണ്ട് അവളുടെ വീട് മുഴുവൻ തണുപ്പായിരിക്കും എന്ന് കരുതി അവൾ ഉള്ളിലേക്ക് കയറുമ്പോൾ അവിടെയെല്ലാം ചൂടായിരിക്കും. അവൾ എന്നാ വരിക എന്നറിയാതെ റിനിയും കാങ്കോനും ഡെയിലി അവളെല്ലാം വൃത്തിയാക്കി അവള് വന്നാൽ അവൾക്ക് തണുക്കാതിരിക്കാൻ റൂമൊക്കെ ചൂടാക്കി വെക്കും. അതുമാത്രമല്ല അവളുടെ കറണ്ട് ബില്ലും റെന്റും എല്ലാം അവരടയ്ക്കും. അവള് വന്നപ്പം അവൾ എവിടെയാ പോയതെന്നോ എന്തിനാ പോയതെന്നോ ഒന്നും തന്നെ അവർ ചോദിച്ചിരുന്നില്ല. പകരം അവൾക്ക് സപ്പോർട്ടായി അവർ 2 പേരും അവളുടെ കൂടെ തന്നെ നിന്നു. അതിനൊക്കെ ഇപ്പൊ ലീനോ അവരോട് താങ്ക് യു പറയും. ഇത്രയും കാലം ജവാൻ പറഞ്ഞ യൂസന അവളാണെന്ന് ഇപ്പൊ അവൾ അവരോട് പറയും. ഞാൻ ചേഞ്ച് ആയെന്ന് വിചാരിച്ചു, പക്ഷെ ഇപ്പോഴും ആ സ്റ്റുപ്പിഡ് ലീനോ ആണ് ഞാനെന്ന് പറഞ്ഞ് അവൾ അവിടെ ഇരുന്ന് കരയുമ്പോൾ അന്ന് നടന്നതൊന്നും നിന്റെ മിസ്റ്റേക്ക് അല്ല, നിനക്ക് ജോലി തരാത്തതും നിന്നെ ചീറ്റ് ചെയ്തതും ഒക്കെ അവരുടെ തെറ്റാണെന്ന് കാങ്കോനും റിനിയും ഒക്കെ പറയും. അവളുടെ മനസ്സിലുള്ള കാര്യമൊക്കെ ഇപ്പൊ അവരോട് പറഞ്ഞപ്പം അവൾ ഒരുപാട് കരയും. പണ്ടത്തെ ലീനോ അത്രയ്ക്ക് മോശമൊന്നുമല്ല. പണ്ട് നീ വളരെ കൈൻഡ് ആയിരുന്നു. പണ്ടത്തെ നിന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ പുതിയ നിന്നെയും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പൊ നിനക്ക് പെട്ടെന്ന് കരയാൻ പറ്റും, പെട്ടെന്ന് ഹാപ്പി ആവാൻ പറ്റും. നിനക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അതും നീ പെട്ടെന്ന് കാണിക്കും. പണ്ടും ഇപ്പോഴും എല്ലാം നീ ലീനോ തന്നെയാണെന്ന് പറഞ്ഞ് റിനിയും അവരുടെ കൂടെ കരയും. ഇപ്പൊ അവർ 2 പേരും ലീനോയെ വന്ന് സമാധാനിപ്പിക്കും. ഒസയോങ്ങുമായിട്ടുള്ള എല്ലാ റിലേഷനും അവൻ അവസാനിപ്പിച്ചെന്ന് കാങ്കോൻ പറയും. 3 വർഷം മുമ്പേ നീ അവളുമായിട്ട് ബ്രേക്കപ്പ് ആയതല്ലേ എന്ന് റിനി ചോദിക്കുമ്പോൾ കാങ്കോൻ അവന്റെ സ്റ്റോറി പറയാൻ വരുമ്പോൾ ഇന്ന് അവർ ഒരുപാട് കരഞ്ഞതുകൊണ്ട് അവൾ കാൻഡിലൊക്കെ ഊതിക്കെടുത്തി ഇന്നത്തേക്ക് മതി എന്ന് പറയും. ജവോൻ തന്ന സ്യൂട്ട് കേസ് എടുത്തു വെക്കാൻ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തോ സാധനത്തിന്റെ സൗണ്ട് കേട്ട് അവൾ അത് തുറന്നു നോക്കുമ്പോൾ ജവോൻ അവൾക്കായി വാങ്ങിയ നെക്ലേസ് ഒക്കെ അവൻ അതിൽ വെച്ചിട്ടുണ്ടാകും. ഇവിടെ ജവോനും അവരുടെ റിംഗ് ഒക്കെ പിടിച്ച് അവിടെ ഇരിക്കുകയായിരിക്കും. ഈ സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ഹൈപ്പ് കൂടി ചെയ്യണേ. അപ്പൊ അടുത്ത എപ്പിസോഡ് വരേക്കും ബൈ.